ഹായ് എവ്രിവൺ. കാഴ്ച ഒന്നാകാമെങ്കിലും കാഴ്ചപ്പാടുകൾ ഒന്നായിരിക്കില്ല. അനുഭവങ്ങൾ ഒന്നായിരിക്കുമെങ്കിലും മനോഭാവങ്ങൾ ഓരോന്നായിരിക്കും. ഒരാൾ എന്തൊരു കഷ്ടം എന്ന് പറയുന്ന അതേ കാര്യത്തെ സംബന്ധിച്ചായിരിക്കും മറ്റൊരാൾ എന്തൊരു അനുഗ്രഹം എന്ന് പറയുക. ഒരാൾ ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അതേ അനുഭവമുണ്ടായ മറ്റൊരാൾ ഹോ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേക്കും. കാഴ്ചകൾക്കല്ല കാഴ്ചപ്പാടുകൾക്കാണ് കുഴപ്പം. സാഹചര്യങ്ങൾക്കല്ല സമീപനങ്ങൾക്കാണ് കുഴപ്പം. റോസാ ചെടിയിലെ മുള്ളുകൾക്കല്ല റോസാപ്പൂവിനെ കാണാൻ കഴിയാത്ത കണ്ണിനാണ് കുഴപ്പം. സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനാകില്ല, അത് പല വിധത്തിലേക്കും മാറി മറിയും. ഒരിക്കൽ അത് സന്തോഷദായകമാണെങ്കിൽ മറ്റൊരിക്കൽ അത് ദുഃഖദായകമായിരിക്കും. എന്നാൽ ഏതു സാഹചര്യത്തിലും സമീപനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ്. സമീപനം നന്നായാൽ പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കിയെടുക്കാം. സമീപനം കേടായാൽ അനുകൂല സാഹചര്യം പോലും പ്രതികൂലമായി ഭവിക്കും. ഓർക്കുക, 14-ാം രാവിൻ്റെ സൗന്ദര്യം രാത്രിയില്ലാതെ ആസ്വദിക്കാനാകില്ല. തേനിൻ്റെ മാധുര്യം തേനീച്ചയുടെ ദംശനത്തിലാണ് രുചിക്കാനാവുക. ഇറക്കത്തിൻ്റെ ആശ്വാസം കയറ്റത്തിൻ്റെ പ്രയാസത്തിലേ അനുഭവിക്കാനാകൂ. ശീതമാരുതൻ്റെ സ്നേഹസ്പർശം കഠിനതാപത്തിലാണ് തിരിച്ചറിയുക. വിശ്രമത്തിൻ്റെ സുഖം ശ്രമത്തിൻ്റെ പിന്നിലാണിരിക്കുന്നത്. മഞ്ഞ് വീഴുന്നത് പലർക്കും ചില ആളുകൾക്ക് സൗന്ദര്യമാണെങ്കിൽ മറ്റൊരാൾക്കത് തണുപ്പിൻ്റെയും ദുരിതത്തിൻ്റെയും അടയാളമാകാം. അതുപോലെ ഒരു അവസരത്തെ ചിലർ പ്രശ്നമെന്നുണ്ടാക്കിയാലും മറ്റുള്ളവർ അതിൽ നിന്ന് പഠനം, വളർച്ച, പ്രചോദനം കണ്ടെത്താം. ഈ ആശയം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതെ അവയെ അവസരങ്ങളാക്കി കാണാൻ കഴിയും. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവത്തെയും വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും. അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ ബുദ്ധിപൂർവ്വം നേരിടാനും കഴിയും. കാഴ്ചകളല്ല കാഴ്ചപ്പാടുകളാണ് നിർണായകം എന്ന ഈ വാചകത്തിൽ ഒരു വലിയ ജീവിത സത്യം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സമീപനം മാറുമ്പോൾ ജീവിതം തന്നെ മാറുന്നു. താങ്ക്